ആകാശവാണി ദേവികുളം സ്പൈസ് FM. അങ്കണം, സ്ത്രീകൾക്കായുള്ള പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് അങ്കണത്തിൽ നിർമ്മല ബാലകൃഷ്ണൻ അവതരിപ്പിച്ച ഒരു കഥ കേൾക്കാം. വഴിവിളക്കുകൾ. അമ്മേ, വല്ലാതെ വിശക്കുന്നു. പാലുകാച്ചി കഴിഞ്ഞ് ആഹാരം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ഇത്ര നേരം പിടിച്ചു നിന്നത്. വയറിനുള്ളിൽ തീവണ്ടി ഓടിത്തുടങ്ങി. പൊള്ളലും പൊട്ടലും ചീറ്റലുമൊക്കെ ആയിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് നല്ല സാമ്പാറിൻ്റെ മണം വരുന്നുണ്ട്. കായം കൂടുതലിട്ട് സാമ്പാർ വയ്ക്കുന്നതാണ് കൃപയ്ക്ക് ഇഷ്ടം. നല്ല മയമുള്ള ദോശയും ഹോട്ട് ബോക്സിൽ അടച്ചു വച്ചിട്ടുണ്ട്. പക്ഷേ അത് കഴിക്കണമെങ്കിൽ വീടിൻ്റെ പാലുകാച്ചി കഴിയണം. ഓർക്കുമ്പോൾ വായിൽ പുഴയും കുളവും ഒക്കെ രൂപപ്പെടുകയും പെട്ടെന്ന് വറ്റിപ്പോവുകയും ചെയ്യുന്നു. ക്ഷണിച്ചവർ പലരും വന്നെത്തി. പക്ഷേ അമ്മ ആരെയോ പ്രതീക്ഷിച്ച് വഴിക്കണ്ണുമായി നിൽക്കുന്നു. അയാൾ വന്നാലേ പാലു കാച്ചുവെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട്. അമ്മ ധൃതിയിൽ ഗേറ്റിനരിയിലേക്ക് നടക്കുന്നത് കണ്ട് ആശ്വാസത്തോടെ കൃപ അങ്ങോട്ട് നോക്കി. പഴയ സാരി വാരി വലിച്ചു ചുറ്റിക്കൊണ്ടൊരു വൃദ്ധയെ മാത്രമേ അവിടെ കണ്ടുള്ളൂ. ഹോ, അയാൾ ആരാണെങ്കിലും വേഗമൊന്നും എത്തിയെങ്കിൽ. കൃപ ഗൾഫിൽ നിന്ന് വന്നിട്ട് 2 ദിവസമാകുന്നതേ ഉള്ളൂ. എരിവും പുളിയും മസാലയും ഒന്നുമില്ലാത്ത ഭക്ഷണം കഴിച്ച് 2 വർഷം പിടിച്ചു നിന്നു. അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ കറികളുടെ രുചി ഓർക്കുമ്പോഴേ വായിൽ വെള്ളം നിറയുമായിരുന്നു. ഇപ്പോൾ അതിനുള്ള അവസരം വന്നിരിക്കുന്നു. 40 ദിവസത്തെ അവധിയുണ്ട്. ഇഷ്ടപ്പെട്ടതെല്ലാം കഴിക്കണം. ഇന്ന് രാവിലെ ദോശയാണെന്ന് പറഞ്ഞപ്പോഴേ ഓർത്തു നേരത്തെ കഴിക്കണമെന്ന്. പക്ഷേ പാലുകാച്ചൽ കഴിഞ്ഞാകാമെന്ന് അമ്മ പറഞ്ഞപ്പോൾ വിശപ്പ് അധികമായി. കൃപേ. അമ്മയുടെ വിളി കേട്ട് തിരിഞ്ഞു നോക്കിയ അവൾ ഞെട്ടിപ്പോയി. ആദ്യം കണ്ട് ആ വൃദ്ധയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മ. ഇതാണ് ഞാൻ ഇത്രയും നേരം കാത്തുനിന്ന ആൾ. ഇനി നമുക്ക് പാല് കാച്ചാം. കൃപയുടെ മുഖത്തെ ഭാവവേദം കണ്ട് അവളെ മാറ്റി നിർത്തി അവർ പറഞ്ഞു, നിനക്കവരെ പിടിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അവരുടെ മുന്നിൽ നീ അത് കാണിക്കരുത്. പിന്നീട് ഞാൻ എല്ലാം വിശദീകരിക്കാം. അവരെൻ്റെ അതിഥിയാണെന്ന് മാത്രം മനസ്സിലാക്കുക. നീ അവരോട് സംസാരിക്കൂ. ജനനി, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരൂ. ജനനി അവരുടെ അരികിലേക്ക് വരുമ്പോൾ കൃപയോട് പറഞ്ഞു, നീ അവരോട് നീരസമൊന്നും കാണിക്കരുത്. പിന്നെ മല്ലിക അമ്മയെ കൃപയ്ക്ക് പരിചയപ്പെടുത്തി. ഇതാണ് മല്ലികാമ്മ. കുറേ വർഷങ്ങളായിട്ടുള്ള ബന്ധം. അവർ കൃപയുടെ കൈകളിൽ പിടിച്ചു നെഞ്ചോട് ചേർത്തു. അവരുടെ കണ്ണുകൾ നിറയുന്നത് കൃപ കണ്ടു. പെട്ടെന്ന് ജനനി മല്ലിക അമ്മയെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. 5 മിനിറ്റ് കഴിഞ്ഞ് ഉടുത്തിരുന്ന സാരി മാറി പുതിയതൊന്ന് ഉടുപ്പിച്ച് തിരിച്ചു വന്നു. മല്ലികാമ്മ പാല് കാച്ച്. ഇല്ല മോളെ, വീട്ടിലുള്ളവരാണ് പാല് കാച്ചേണ്ടത്, പുറത്തു നിന്നുള്ളവരല്ല. അതിന് മല്ലികാമ്മ ഇനി മുതൽ ഇവിടെയാണ്. പിന്നെന്താ പാല് കാച്ചിയാൽ? വന്നവരെല്ലാം പരസ്പരം നോക്കി. ഒന്നും മനസ്സിലാകാതെ അവസാനം മല്ലികാമ്മ തന്നെ പാല് കാച്ചി. തിളച്ചു പൊന്തിയ പാൽപാത്രം കവിഞ്ഞൊഴുകുന്നത് കണ്ട് എല്ലാവരും സന്തോഷമായിരുന്നു. 2 ജോഡി കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകിയത് ആ 2 പേരല്ലാതെ മറ്റാരും കണ്ടില്ല. ചടങ്ങിന് ശേഷം എല്ലാവരും പ്രഭാത ഭക്ഷണം കഴിക്കാനിരുന്നു. കായം കൂട്ടിയിട്ട സാമ്പാറിൻ്റെയും നെയ്യ് തടവിച്ചുട്ട ദോശയുടെയും രുചി ആസ്വദിക്കാൻ കൃപയപ്പോൾ മറന്നുപോയിരുന്നു. വിശപ്പും അകന്നുപോയിരുന്നു. അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഇടത്തരം വീട്. കൃപ 2 വർഷങ്ങൾ ഗൾഫിൽ പോയി വിയർപ്പൊഴുക്കിയതിൻ്റെ ഫലം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ 2 സ്ത്രീജന്മങ്ങളുടെ സന്തോഷത്തിൻ്റെ ദിവസം. ശരിയായി പറഞ്ഞാൽ 3 പേരുടെ. ഉച്ചയൂണും കഴിഞ്ഞ് വന്നവരെല്ലാവരും പിരിഞ്ഞുപോയി. 3 പേര് മാത്രം ബാക്കിയായി. 3 മുറികളും അടുക്കളയും സിറ്റൗട്ടും ഹാളും വരാന്തയും വർക്കേരിയുമൊക്കെ ചേർന്നൊരു നല്ല വീട്. ഓരോ മുറിയിലൂടെയും 3 പേരും വീണ്ടും വീണ്ടും കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു. എത്ര കണ്ടിട്ടും മതിയാകാത്ത പോലെ. നീലാകാശത്തിന് മറക്കുട ചൂടി നിന്ന വെൺമേഘങ്ങൾ മടിയോടുകൂടി പിൻവാങ്ങാൻ തുടങ്ങി. സായജ്ഞ സൂര്യൻ ഭൂമിയെ ചുവന്ന പട്ടുടിപ്പിച്ചു. വെയിൽ ചാഞ്ഞ വീതികൾ വിജനമാകാൻ തുടങ്ങി. ഞാനിനി പൊയ്ക്കോട്ടെ മോളെ. മല്ലികാമ്മ 2 പേരുടെയും മുഖത്തേക്ക് നോക്കി. ഇന്ന് പോകണ്ട, ജനനി തീർത്തു പറഞ്ഞു. കൃപ ഒന്നും പറയാതെ താഴോട്ട് നോക്കി നിന്നു. പക്ഷേ മല്ലികാമ്മ പോകാൻ തന്നെ തീരുമാനിച്ചു. അതിനു കാരണം കൃപയുടെ പെരുമാറ്റമാണെന്ന് ജനനിക്ക് മനസ്സിലായി. അവർ യാത്ര പറഞ്ഞ് ഗേറ്റ് കടന്നു പോയപ്പോൾ ഇത്രയും നേരം താൻ അനുഭവിച്ച ദിവ്യമായൊരു സാമീപ്യം അകന്നുപോയതുപോലെ ജനനിക്ക് തോന്നി. കൃപയുടെ മുഖം ഗൗരവത്തിലായതിനാൽ അവളോടൊന്നും മിണ്ടാതെ ജനനി അകത്തേക്ക് പോയി. കൃപ പിന്നാലെയും. അമ്മേ, അവൾ തെല്ലുച്ചത്തിൽ വിളിച്ചു. ആരാ ഈ മല്ലികാമ്മ? ഞാനിവരെ കണ്ട ഓർമ്മയുണ്ട്. എന്നാൽ എന്നാണെന്നോ എവിടെ വെച്ചാണെന്നോ ഓർക്കുന്നില്ല. ആരാണിവർ? മരിച്ച പകലിനെ നോക്കിയാകണം. ആകാശം മ്ലാനമായി. വെയിൽ വരച്ചിട്ട ചിത്രങ്ങളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. അമ്മേ. വീണ്ടും കൃപ വിളിച്ചു. അവൾ അമ്മയ്ക്ക് അഭിമുഖമായിരുന്നു. അവരുടെ മുഖം വാടിയിരിക്കുന്നു. കണ്ണുകളിൽ ദുഃഖം കരിന്തിരി കത്തുന്നു. കൃപയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. അമ്മ എന്തോ തന്നിൽ നിന്നും മറയ്ക്കുന്നു. തുറന്നു പറയാൻ വിഷമമുള്ള വിഷയം. അമ്മയെ വിഷമിപ്പിച്ചുകൊണ്ട് തൽക്കാലം അത് അറിയണ്ട എന്നവൾ തീരുമാനിച്ചു. വൃദ്ധയായൊരു സ്ത്രീ, അവരാരായാലെന്ത്? അത്താഴം കഴിഞ്ഞ് കിടക്കാൻ പോകുമ്പോഴും അമ്മ മൗനം വെടിഞ്ഞിരുന്നില്ല. നേരം വെളുക്കട്ടെ, ഉറങ്ങി ഉണരുമ്പോൾ എല്ലാം ശരിയാകും.
ഇന്നിനി ഉറങ്ങാൻ കഴിയുമോ? ഉറക്കത്തെയും പ്രതീക്ഷിച്ച് എത്ര നേരം കിടക്കണമെന്നറിയില്ല. അമ്മ വിഷമത്തിലാണ്. ഇല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് കിടന്നാൽ ഉറക്കം വിളിക്കാതെ തന്നെ വരും. ഇന്ന് ഉറക്കം കൂട്ടുകൂടില്ല. വെറുതെ മുകളിലേക്ക് നോക്കി കിടന്നു. പുതിയ വീട്ടിലെ അന്തരീക്ഷം ഇഷ്ടമായതിനാലാകാം പല്ലികൾ സ്വതവേ തുറന്ന കണ്ണുകൾ ഒന്നുകൂടി മിഴിച്ചുകൊണ്ട് ഓടി നടക്കുന്നു. 1-2 നിശാശലഭങ്ങളും പുതുവീട് കാണാൻ എത്തിയിട്ടുണ്ട്. കൃപ. നിശബ്ദതയുടെ ഗോപുരം തകർത്തുകൊണ്ട് അമ്മയുടെ വിളി. ഹോ, സമാധാനമായി, അവൾ മനസ്സിൽ പറഞ്ഞു. മനസ്സിലൊരു പച്ചിലപ്പാടം പെട്ടെന്ന് വളർന്ന പോലെ. അമ്മയുടെ ഗൗരവം മാറിയല്ലോ. നീ ചോദിച്ചതിനുള്ള മറുപടി തരാം. ശ്രദ്ധയോടെ കേട്ടുകൊള്ളൂ. 25 വർഷങ്ങൾക്കപ്പുറത്തേക്കാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒരിടത്തരം കുടുംബത്തിലെ 4 മക്കളിൽ രണ്ടാമത്തെ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു. 20 വയസ്സിൽ. എല്ലാ പെൺകുട്ടികളെയും പോലെ പ്രതീക്ഷകളുടെ ഒരു കൂമ്പാരവും പേറി അവളും ഭർതൃഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. മാതാപിതാക്കളുടെയും കൂടപ്പിറപ്പുകളുടെയും കൂടെ കഴിഞ്ഞവൾ പെട്ടെന്നൊരു ദിവസം മറ്റൊരു വീട്ടിലേക്ക് ആഘോഷ അലങ്കാരത്തോടെ മാറ്റി താമസിപ്പിക്കപ്പെടുന്നു. അവിടെ അവളുടെ ഇഷ്ടങ്ങൾക്ക് യാതൊരു സ്ഥാനവും കൊടുക്കാറില്ല. ഭർത്താവിൻ്റെ വീടുമായവൾ പൊരുത്തപ്പെട്ടു കൊള്ളണം. ഒരു ചെറുമരത്തൈ പറിച്ചു മാറ്റി നടന്ന പോലെ പിന്നീട് ഒരു ചലനമില്ലാതെ ഉണർവോടെ വളർന്നു പൊങ്ങിയ മണ്ണിനെ മനസ്സിൽ മാത്രം താലോലിച്ചും തന്നോട് തന്നെ പദം പറഞ്ഞും മറ്റുള്ളവർക്ക് തണലും ഫലങ്ങളും നൽകി അവസാനം ഫലങ്ങളില്ലാതെയാകുമ്പോൾ ഇല കൊഴിയുമ്പോൾ തനിച്ചാകുന്ന മണ്ണിൽ തറഞ്ഞു പോകുന്നൊരു മരം പോലെ. വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിയവേ അവൾ വിശേഷമറിയിച്ചു. ഗർഭാലസ്യം, വീട്ടുജോലി, ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ എല്ലാം അവളെ തളർത്തി. ഭർത്താവും വീട്ടുകാരും ഗർഭകാലത്തെ വല്ലായ്മ ഒരു ആരോഗ്യ പ്രശ്നമായേ കണ്ടില്ല. കരുണയ്ക്കായി കൈനീട്ടിയ നാളുകൾ. ഛർദ്ദിച്ച് തൊണ്ട പൊട്ടി വെള്ളമിറങ്ങാതെ കിടക്കുമ്പോഴും ശകാരവർഷങ്ങൾ. സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു. 2 ആഴ്ചത്തെ ലീവാണ് അനുവദിച്ചു തന്നത്. 3 മാസമെങ്കിലും വേണ്ടെടുത്താണ് 2 ആഴ്ച. അവരനുവദിച്ച അവധി തീരാൻ കാത്തിരുന്ന പോലെ സ്വന്തം മാതാപിതാക്കൾ അവധി തീരുന്നതും അവളെ ഭർതൃഗൃഹത്തിലെത്തിച്ചു. ഒരു വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്യുവാനാകാതെ തളർന്നു വീഴുമ്പോഴെല്ലാം ആരിൽ നിന്നും കരുണ ലഭിച്ചില്ല. സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു. അവിടെ നിന്നുള്ള മറുപടി കേട്ടപ്പോൾ അവൾ ശരിക്കും ഒരു അനാഥയാണെന്ന് തോന്നി. ഗർഭകാലത്ത് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എപ്പോഴും ഇങ്ങോട്ട് പോന്നാൽ അവിടെ തന്നെ നിന്നോളാനായിരിക്കും അവർ പിന്നീട് പറയുക. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്ക്. ഉള്ളിലെ എല്ലാ പ്രതീക്ഷകളും വെറുമൊരു കിളിമുട്ട പോലെ ഉടഞ്ഞ നിമിഷം. നേരെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ വീട്ടുജോലികൾ രാക്ഷസ രൂപം കൊണ്ട് മുന്നിൽ നിന്നു. അന്ന് രാത്രി അവൾ അവിടെ നിന്നിറങ്ങി. ആരും അറിയാതെ കിട്ടിയ ഏതാനും ഡ്രസ്സുകളും 5 100 രൂപ നോട്ടുകളുമായി എങ്ങോട്ടോ പോകുന്ന രാത്രി വണ്ടിയിൽ കയറി. ബോർഡിൽ കണ്ട സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തു. ഏതോ നഗരത്തിൽ രാത്രി വണ്ടിയുടെ അന്നത്തെ പ്രയാണം അവസാനിച്ചു. വിദൂരതയിൽ നഗരമുറങ്ങുന്നു. ആ മഹാനഗരത്തെ മുറിച്ചൊഴുകുന്ന വലിയ പുഴ അവളെ മാടി വിളിക്കുന്നു. നിലാവെളിച്ചം പുഴയിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. ചിരിക്കുന്ന നിലാവിനെയും ചെരച്ചിലേന്തി കൊതിപ്പിക്കുന്ന ആകാശത്തിലേക്ക് പറന്നുയരാനാവാതെ പുഴയൊഴുക്കിനൊത്തു നീങ്ങാൻ അവൾ തീരുമാനിച്ചു. അവൾ അടിവയറ്റിൽ മെല്ലെ കൈവച്ചു നോക്കി. ഒരനക്കവുമില്ല. എനിക്ക് മുൻപേ നീ പോയോ? അതാണ് നല്ലത് കുഞ്ഞെ. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ല. പാലത്തിൻ്റെ കൈവരിയിൽ പിടിച്ചു നിന്നുകൊണ്ട് നഷ്ടമാകാൻ പോകുന്ന ആകാശത്തെ ഒരിക്കൽ കൂടി നോക്കി. ചിരിച്ചു നിന്ന നിലാവിൻ്റെ മുഖം അപ്പോൾ മ്ലാനമായിരുന്നു. പെട്ടെന്ന് കൈകളിൽ ആരോ ബലമായി പിടിച്ചു. 50-55 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ. മോളെ, മരിക്കാൻ തീരുമാനിച്ചു അല്ലേ? അവൾ വിതുമ്പി. തൻ്റെ നിസ്സഹായാവസ്ഥ അവൾ അവരോട് പറഞ്ഞു. നിർത്താതെ പെയ്യുന്ന തുലാപ്പെയ്ത്ത് പോലെ. നിസ്സഹായതയുടെ നിലവിളി കേട്ട് ആകാശം ഇരുണ്ടു. എനിക്ക് മരിക്കണോ അമ്മേ? ഞാൻ എന്തിനാണ് വെറുതെ വൃത്തത്തിനുള്ളിലെ അഗ്രത്തിനായി തിരയുന്നത്? ഞാൻ പറയുന്നത് കേട്ടിട്ട് മോൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ. ഇന്ന് എൻ്റെ കുട്ടി വീട്ടിലേക്ക് വരൂ. അവരുടെ കയ്യിൽ മുഷിഞ്ഞ ഒരു ചാക്കിനുള്ളിൽ എന്തോ ഉണ്ടായിരുന്നു. എന്നിട്ടും വളരെ പണിപ്പെട്ട് അവളുടെ കൈയും പിടിച്ചവർ നടന്നു. ഒറ്റമുറിയും അടുക്കളയുമുള്ള ചെറിയൊരു കുടിലായിരുന്നു അവരുടെ വീട്. അടുത്തൊക്കെ ചെറിയ കുടിലുകൾ വേറെയും ഉണ്ടായിരുന്നു. ഏതോ തട്ടുകടയിൽ നിന്നും അവർക്ക് വാങ്ങിയ ഭക്ഷണം അവൾക്കും പകുത്തു നൽകി. അവൾക്കുറങ്ങാൻ സൗകര്യമൊരുക്കി. എന്നിട്ട് പറഞ്ഞു, മോൾ ഉറങ്ങ്, രാവിലെ നമുക്ക് സംസാരിക്കാം. അവളുടെ ശരീരത്തിൻ്റെ അവശതയും ക്ഷീണവും ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാമായിരുന്നു. അന്ന് രാത്രി ഒന്നും മയങ്ങുക പോലും ചെയ്യാതെ ആ സ്ത്രീ അവൾക്ക് കാവലിരുന്നു. ഇരുട്ടിനെ മുഴുവൻ തൂത്തെറിഞ്ഞുകൊണ്ട് പകൽ വെളിച്ചമെത്തി. അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾക്കരികിൽ ഭിത്തിയിൽ ചാരിയിരുന്ന് അവരുറങ്ങുന്നു. കഴിഞ്ഞ രാത്രി അവരുറങ്ങിയിട്ടില്ലെന്നും താൻ വീണ്ടും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമെന്നും കരുതി തനിക്ക് കാവലിരിക്കുകയായിരുന്നുവെന്നും അവൾക്ക് മനസ്സിലായി. കുറച്ചു നേരമെങ്കിലും അവരുറങ്ങട്ടെ. പകൽ വെളിച്ചത്തിൽ അവൾ അവരുറങ്ങുന്നതും നോക്കിയിരുന്നു. 1 മണിക്കൂറിന് ശേഷം അവർ ഞെട്ടി ഉണർന്നു. മുന്നിൽ അവളെ കണ്ടതും മുഖം തെളിഞ്ഞു. പെട്ടെന്നുണ്ടാക്കിയ കഞ്ഞിയും ചമ്മന്തിയും പ്രഭാത ഭക്ഷണമാക്കി. എന്നിട്ടവർ അവളോട് പറഞ്ഞു, ഞാൻ എൻ്റെ കഥ മോളോട് പറയുകയാണ്. അത് കേട്ടിട്ട് മോൾക്ക് എന്തും തീരുമാനിക്കാം.
മോള് ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. എൻ്റെ അമ്മ ഒരു ദേവദാസിയായിരുന്നു. ഒരു ദേവദാസിക്ക് സമൂഹത്തിലുള്ള സ്ഥാനം എന്താണെന്ന് മോൾക്കറിയില്ലേ? അവൾക്കൊരു പെൺകുഞ്ഞുണ്ടായാലോ അവളെ ദേവദാസിയാക്കിയത് അവരുടെ മാതാപിതാക്കളാണ്. ആരാണ് അച്ഛനെന്നറിയാത്ത ഞാൻ പിറന്നപ്പോൾ അമ്മ ശരിക്കും മരവിച്ചുപോയി. കാരണം ഞാനും ഒരു പെൺകുഞ്ഞല്ലേ. എങ്ങനെ പെൺകുഞ്ഞിനെ വളർത്തും? വീട്ടുകാരെ ഏൽപ്പിക്കാൻ കഴിയില്ല. തൻ്റെ വിധി കുഞ്ഞിനും ഉണ്ടാകരുതെന്ന് അമ്മ ആഗ്രഹിച്ചു. അമ്മ എന്നെ 5 വയസ്സുവരെ വളർത്തി. പിന്നീട് ഒരു അനാഥ മന്ദിരത്തിലാക്കി. ഇടയ്ക്കിടെ വന്ന് കാണും. അമ്മയുടെ കൂടെ നിർത്താൻ കഴിയില്ലെന്നായിരുന്നു. ഞാനൊരു ദേവദാസിയുടെ മകളാണെന്ന് ആരും അറിയരുതെന്ന് അവർ തീരുമാനിച്ചു. അത്യാവശ്യം എഴുത്തും വായനയും പഠിക്കാനും വിവാഹപ്രായമാകുമ്പോൾ എനിക്കൊരു ആൺതുണയെ കണ്ടെത്താനും അമ്മ അധികൃതരോട് പറയുകയും അതിനുവേണ്ടിയുള്ള സമ്പാദ്യം സ്വരൂപിക്കാനും തുടങ്ങി. 16 വയസ്സിൽ എൻ്റെ വിവാഹം നടന്നു. അനാഥയുടെ ലേബലായിരുന്നു എൻ്റെ മേൽ ഒട്ടിച്ചിരുന്നത്. അമ്മ ജീവിച്ചിരിക്കെ അനാഥത്വം സ്വീകരിക്കേണ്ട അവസ്ഥ. വിവാഹശേഷം എനിക്ക് പോകാനൊരിടമില്ലാതായി. ഭർതൃഗൃഹത്തിൽ തളച്ചിട്ടു. ഭർത്താവ് അരികിൽ വരികയോ സംസാരിക്കുകയോ പോലും ചെയ്യില്ല. 16 വയസ്സുള്ള എനിക്ക് ഭർത്തൃധർമ്മത്തെക്കുറിച്ചോ വിവാഹ ജീവിതത്തെക്കുറിച്ചോ ഒരറിവുമുണ്ടായിരുന്നില്ല. മാസങ്ങൾ കഴിഞ്ഞു. അനാഥാലയത്തിൽ നിന്നും ഒരു ദിവസം ഒരാൾ എന്നെ കാണാൻ വന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ എല്ലാം പറഞ്ഞു. അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ ഭർത്താവിനോട് അടുത്തിടപെടാൻ നോക്കി. അപ്പോഴാണ് അറിയുന്നത് അയാൾക്കൊരിക്കലും വിവാഹ ജീവിതം നയിക്കാൻ കഴിയില്ലെന്ന സത്യം. കടുത്ത സ്ത്രീവിദ്വേഷിയും. ഞാനവിടെ ഒരു വീട്ടുജോലിക്കാരി മാത്രമായിരുന്നു. ആരോടും പറയാതെ ഞാൻ ആ വീട് വിട്ടിറങ്ങി. ഓർഫനേജിലെത്തിയ ഞാൻ അവരോട് എൻ്റെ അമ്മയെ കാണിച്ചു തരാനും അമ്മ എവിടെയാണെങ്കിലും ഞാനും ആ കൂടെ ജീവിച്ചു കൊള്ളാമെന്നും പറഞ്ഞു. പക്ഷേ എൻ്റെ വിവാഹം കഴിഞ്ഞ് 3-ാം മാസം അമ്മ ആത്മഹത്യ ചെയ്തിരുന്നു. എൻ്റെ ജീവിതം ഭദ്രമാക്കാൻ വേണ്ടി. പിന്നെ ഞാനവിടെ നിന്നില്ല. ഒരു യുവതി തനിച്ച് ജീവിക്കണമെങ്കിൽ എന്തെല്ലാം കടമ്പകൾ കടക്കണം. കല്ലും മുള്ളും കനലിനുമെല്ലാം ചവിട്ടി എൻ്റെ പാദങ്ങൾ കീറിയും പൊള്ളി അടർന്നും ഞാൻ ഇവിടം വരെ എത്തി. വിധിക്ക് മുന്നിൽ തോൽക്കാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. നിനക്ക് ഓർത്തുവെക്കാൻ ബാല്യവും കൗമാരവും തന്ന വസന്തകാലമെങ്കിലുമുണ്ട്. എനിക്ക് ഓർമ്മയുടെ ഇരുൾക്കയങ്ങൾ മാത്രം. എന്നിട്ട് ഞാൻ നിന്നെപ്പോലെ ആത്മഹത്യയെക്കുറിച്ച് ഓർത്തതേയില്ല. പെണ്ണായി പിറന്നാൽ മണ്ണായി തീരുവോളം കണ്ണുനീരാണല്ലോ. ആ കണ്ണുനീർ പെണ്ണ് മനസ്സ് വെച്ചാൽ മായ്ച്ചു കളയാൻ കഴിയും. ഗർഭിണിയായ നീ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമെന്ന് ചിന്തിക്കരുത്. ജീവിച്ച് ജയിക്കണം. ഗർഭിണിയായ യശോദയെ അർദ്ധരാത്രി ഉപേക്ഷിച്ചു പോയ ഗൗതമനെയാണ് സമൂഹം ബുദ്ധനാക്കിയത്. തൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന ഭാര്യയെ ഉപേക്ഷിച്ചു പോയ ഗൗതമന് നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടിയോ? ഏകപത്നീവ്രതനായ രാമൻ സീതയെ കാട്ടിലുപേക്ഷിച്ചില്ലേ? എന്നിട്ടും രാമനെ പൂജിക്കുകയല്ലേ ചെയ്തത്? ലക്ഷ്മണൻ എന്താണ് ചെയ്തത്? സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് ജ്യേഷ്ഠനോടൊപ്പം വനവാസത്തിന് പോകുമ്പോൾ ഊർമിളയെക്കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിച്ചോ? തന്നെയൊന്ന് തിരിഞ്ഞെങ്കിലും നോക്കുമെന്നോർത്ത ഊർമിളയ്ക്ക് നിരാശപ്പെടേണ്ടി വന്നു. 14 വർഷം ഭർത്താവ് തന്ന അപമാനം സഹിച്ചില്ലേ? ഇനിയുമുണ്ട് കഥാപാത്രങ്ങൾ. പാണ്ഡവ മാതാക്കളായ കുന്തിദേവിയും മാദ്രിയും കൗരവ മാതാവായ ഗാന്ധാരിയുമെല്ലാം സ്ത്രീ സഹനത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. അതിനു കാരണം മാതാപിതാക്കളും കൂടിയാണ്. ഗാന്ധാര രാജാവായ സുബലൻ ധൃതരാഷ്ട്രർ അന്ധനാണെന്നറിഞ്ഞുകൊണ്ടാണ് തൻ്റെ മകളായ ഗാന്ധാരിയെ വിവാഹം ചെയ്തു കൊടുത്തത്. വിവാഹമണ്ഡപത്തിൽ വച്ചാണത്രേ തൻ്റെ വരൻ അന്ധനാണെന്ന് അവരറിയുന്നത്. സ്വന്തം പിതാവിൻ്റെ ചതി. അധികാരവും സ്ഥാനമോഹവും സ്വന്തം മകളുടെ ജീവിതത്തേക്കാൾ വലുതായി സ്ത്രീകൾക്ക് പ്രതികരിക്കാനാവില്ലല്ലോ. പിതാവിനോടുള്ള പ്രതികാരം കൂടിയാകില്ലേ അവൾ സ്വന്തം കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി സ്വയം അന്ധത ഏറ്റുവാങ്ങിയത്? ഇതെല്ലാം പുരാണ കഥകളാകാം. പക്ഷേ ഇതിനെല്ലാം പ്രത്യക്ഷമാകുന്നത് സ്ത്രീയുടെ സഹനമാണ്. അതാണ് അവളുടെ കരുത്ത്. പുരുഷന് കായിക ബലമുണ്ടെങ്കിൽ അതിനെ വെല്ലുന്നതാണ് സ്ത്രീയുടെ മനോബലം. മുൻപറഞ്ഞ കഥാപാത്രങ്ങളും ഈ ഞാനും ഇത്രയുമെല്ലാം സഹിച്ചിട്ടും ആത്മഹത്യക്ക് മുതിർന്നില്ല. നമ്മളെ തോൽപ്പിക്കുന്നിടത്ത് നിന്ന് നമ്മൾ ജയിക്കാൻ ശ്രമിക്കണം. ആത്മഹത്യ ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. നീയും അതുപോലെ ജീവിതത്തിൻ്റെ പച്ചപ്പിലേക്ക് തിരികെ വരണം. ഞാൻ കൂടെയുണ്ടാകും. അങ്ങനെ അവൾ ജീവിക്കാൻ തീരുമാനിച്ചു. വീറോടെ, ഒരുതരം വാശിയോടെ. മനസ്സിലാകെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് അവളുടെ മനസ്സിലപ്പോൾ ഒരിലയനക്കം മാത്രമായി മാറി. ആക്രിപെറുക്കിയും മറ്റു പല പണികൾ ചെയ്തും അവർ സമ്പാദിച്ചു. പഞ്ചായത്ത് കെട്ടിക്കൊടുത്ത കോളനി വീടുകളിൽ ഒരെണ്ണം അവർക്കും അന്തി ഉറങ്ങാൻ കിട്ടി. മാസങ്ങൾ കഴിഞ്ഞു. അവളൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിന് 3 വയസ്സുള്ളപ്പോൾ അവളെയും കുഞ്ഞിനെയും മറ്റൊരു വീടെടുത്ത് മാറ്റി. അതിന് കാരണം പറഞ്ഞത് കുട്ടി വലുതാവുമ്പോൾ ഒരാക്രി പെറുക്കുന്ന സ്ത്രീയുടെ കൂടെ ജീവിക്കുന്നത് ശരിയാകില്ല. സ്വന്തം മാതാപിതാക്കളെ തെരുവിലെറിയുന്ന കാലമാണിത്. കുട്ടി വളരുമ്പോൾ സ്വഭാവത്തിൽ വരുന്ന മാറ്റം അനുഭവിച്ചു മാത്രമേ നമ്മൾക്കറിയാൻ കഴിയൂ. വീടിൻ്റെ വാടകയും ചെലവിനുള്ള തുകയും അവർ തന്നെയാണ് എടുത്തിരുന്നത്. അതുവരെ പണിയെടുത്ത നല്ലൊരു തുക സമ്പാദ്യമായി അവർക്കുണ്ടായിരുന്നു. ആ തുക അവൾക്കും കുട്ടിയുടെ പഠനത്തിനുമായി ചിലവാക്കാൻ തുടങ്ങി. കുട്ടി സ്കൂളിൽ പോകുമ്പോൾ മാത്രം അവർ അവളുടെ അടുത്ത് വരും. ഇങ്ങനെയൊരു ബന്ധം കുട്ടി അറിയരുതെന്ന് കർക്കശമായി തന്നെ അവരോടവൾ പറഞ്ഞു. ഓരോ ക്ലാസ്സിലും നല്ല മാർക്കോടെ തന്നെ കുട്ടി ജയിച്ചുകൊണ്ടിരുന്നു. നഴ്സിംഗ് പഠിപ്പിക്കുമ്പോൾ അവരാണ് അവളോട് പറഞ്ഞത് വേണ്ടുന്ന പണം ഞാൻ ഇറക്കാമെന്ന്. അങ്ങനെ നഴ്സിംഗ് പഠനം പൂർത്തീകരിച്ച് വിദേശത്തേക്ക് ജോലിക്ക് പോകാനുള്ള പണമിറക്കിയതും അവരാണ്. എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ മാത്രമേ കുട്ടിയുടെ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നുള്ളൂ.
പലപ്പോഴും അവരോടവൾ പറഞ്ഞു നോക്കി, വർഷങ്ങളായിട്ട് സ്വരുക്കൂട്ടിയ ഈ പണമെല്ലാം ഞങ്ങൾക്ക് വേണ്ടി വാരിയെറിഞ്ഞാൽ വയ്യാതാവുമ്പോൾ ആരാണ് നോക്കുക, എന്താണ് ചെയ്യുക? സമ്പാദ്യമെന്ന് പറയാൻ വേറെ ഒന്നുമില്ലല്ലോ. അതിനവർ വെറുതെ ഒന്ന് ചിരിച്ചു. പിന്നെ പറഞ്ഞു, ഞാനിതെല്ലാം ആർക്ക് കൊടുക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളെ എനിക്ക് കിട്ടിയത്. ഇതിൽ ഞാൻ എത്ര സന്തോഷവതിയാണെന്ന് മോൾക്കറിയില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്തയൊന്നും വേണ്ട. ഒരു ദിവസം ഒരു ആധാരം എഴുതിയ പത്രം അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ടവർ പറഞ്ഞു, ഇനി മുതൽ ഈ വീട് നിന്റെ പേരിലാണ്. അവൾ ഞെട്ടിപ്പോയി. ഇത് വാടക വീടല്ലേ? അല്ല, ഇതെൻ്റെ വീടാണ്. നിന്നോട് ഞാൻ വെറുതെയാണ് അങ്ങനെ പറഞ്ഞത്. അതറിയിക്കാതിരിക്കാനാണ് ഞാൻ തന്നെ വാടക കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞതും. അവൾ അതിരുകളില്ലാത്ത ആ നിഷ്കളങ്ക സ്നേഹത്തിന് മുന്നിൽ വാക്കുകളും ചലനവും നഷ്ടപ്പെട്ട് ഇരുന്നു പോയി. കണ്ണുകൾ മാത്രം കുതിച്ചൊഴുകുന്ന രണ്ടരുവികളായി. നമ്മുടെ കുട്ടി പണമയക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വീട് പൊളിച്ചു മാറ്റണം. പകരം നല്ലൊരു വീടുണ്ടാക്കണം. നിങ്ങൾ രണ്ടാളും എൻ്റെ കണ്ണടയും വരെ എൻ്റെ കൺമുന്നിലുണ്ടാകണം. എനിക്ക് മറ്റാരാ ഉള്ളത്? എനിക്ക് ആ പഴയ വീട് മതി. ആക്രി പെറുക്കി നടക്കുന്ന എനിക്കെന്തിനാ കൊട്ടാരം? അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം ആ വീട് പൊളിച്ചു. പകരം പുതിയ വീട് പണിതു. പകുതി പണം മകൾ അയച്ചു തന്നു. ബാക്കി പകുതിയിൽ 3/4 പങ്ക് അവരെടുത്തു. 1/4 പങ്ക് ഞാനും. മകൾ പോയതു മുതൽ പല ജോലിക്കും പോയുണ്ടാക്കിയ പണം അവളും സ്വരൂപിച്ചിരുന്നു. അങ്ങനെ അവർക്കൊരു വീടുണ്ടായി. സ്വന്തം അമ്മ പോലും ഉപേക്ഷിച്ചെടുത്തു നിന്ന്, ആത്മഹത്യയിൽ നിന്ന് തകർന്നുപോയ മനസ്സും തളർന്ന ശരീരവുമായി നിന്ന 20കാരിക്ക് പുതുജീവനും ജീവിതവും കൊടുത്ത, അവളുടെ മകൾക്കൊരു ഭാവി ഉണ്ടാക്കിക്കൊടുത്ത, കരുണയുടെ ഉറവിടവും ജീവിതത്തിൽ തോറ്റുപോയാൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമാകില്ലെന്ന് സ്വന്തം മനസ്സിനെയും മറ്റുള്ളവർക്കും പകർന്നു നൽകിയ ആ വിളക്കിയേന്തിയ വനിത ആരെന്ന് മോൾക്കിനി ഞാൻ പറഞ്ഞു തരണോ? അവർ ഭിക്ഷയായി തന്ന ജീവിതം ആരുടേതാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? എൻ്റെ നാവുകൊണ്ട് തന്നെ അറിയുന്നതാണ് ഉചിതമല്ലേ? അത് മല്ലികാമയും ഞാനും നീയുമല്ലാതെ മറ്റാരാകാനാണ് മോളെ? നീണ്ടൊരു കഥ പറഞ്ഞു തീർന്ന പോലെ ഇത്രയും നാളും മകളിൽ നിന്ന് മറച്ചുവെച്ച രഹസ്യത്തിൻ്റെ ചുരുളഴിച്ച ആശ്വാസത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ മല്ലികാമ മാറിയിട്ട നിറമങ്ങിയ സാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തേങ്ങലടക്കാനാവാതെ മുറ്റത്തെ പൂഴിമണ്ണിൽ ചടഞ്ഞിരുന്ന് കരയുന്നതാണ് കണ്ടത്. ആ കാഴ്ച ജനനിയുടെ മനസ്സിൽ ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ചു. നിർമ്മല ബാലകൃഷ്ണൻ അവതരിപ്പിച്ച കഥ കേട്ടല്ലോ. അടുത്തതായി ശോഭ ഹരിദാസ് പാടിയ ഒരു കവിത കേൾക്കാം. യശശരീരയായ കനകശ്രീ എഴുതിയ മുദ്രമോതിരം എന്ന കവിതയാണ് ഞാൻ ആലപിക്കുന്നത്. കണ്വപുത്രിയെ കാട്ടിൽ കണ്ടു ദുഷ്യന്തഭൂപൻ, കണ്ണെറിഞ്ഞവളെ തൻ കാമുകിയാക്കി തീർത്തു. ചന്ദ്രബിംബത്തിനൊത്ത മുഖവും അഴിച്ചിട്ടാൽ ചന്തമോടൊഴി പറ്റിയിഴയും കാർകൂന്തലും. മന്മഥൻ പൂബാണങ്ങൾ ഒളിച്ചു വയ്ക്കും നീണ്ട കൺമിഴികളിൽ കരിമീനങ്ങൾ നീന്തുന്നതും. കൈതപ്പൂ നിറമുള്ള കമ്രകപോലങ്ങളും കടഞ്ഞെടുത്തു വച്ച നാസികപുടങ്ങളും. ചെന്തൊണ്ടിപ്പഴം തോറ്റുമാറുന്ന നിറം കൊണ്ട ചെഞ്ചൊടികളും മധുസ്യന്ത മന്ദസ്മേരവും. രാജാവല്ലേതു വമ്പൻ ജിതേന്ദ്രിയന്മാർ പോലും രാഗവിവശരാകുമൊന്നു കണ്ടുപോയെന്നാൽ, പട്ടമഹിഷിയാക്കാമെന്നുള്ള കരാറിന്മേലിട്ടു കൊടുത്തു മുദ്രമോതിരം നരപതി. തളിരിളം കൈവിരലൊന്നിൽ പാക മോഹതരളിതയായി തീർന്നാളാ മുനികുമാരിക. രാജധാനിയിൽ താൻ ചെന്നെത്തിയാലുടൻ സർവ രാജകീയാഡംബരമോടികളോടും കൂടി അവരെ കൊട്ടാരത്തിലെഴുന്നള്ളിക്കുവാനായി അവിടെ തേരും താനും പരിവാരവുമെല്ലാം. വിരലിൽ വരുമെന്ന വിശ്വാസവാക്കും ചൊല്ലി വിരുദൻ സ്ഥലം വിട്ടു ഹസ്തിനപുരത്തെത്തി. ആശ്രമമുറ്റത്തിലാ പ്രാണസഖിമാർ ചൊന്നൊരാശ്വാസവാക്കും കേട്ടങ്ങകലെ കണ്ണും നട്ട്
ആര്യപുത്രനെ പല നാളുകൾ കാത്തിരുന്നാളാരുമേ വന്നില്ലെന്നൊന്നും അറിയിച്ചില്ല. ദുർവാസാവിനെ മാനിച്ചില്ലെന്ന കുറ്റം ചൊല്ലി ഗർവിഷ്ഠന പാവത്തെ ശപിച്ചതവസാനം. സർവവും മറന്നവൾ ഓർത്തിരുന്നതാരാണോ സത്യമായവനോർക്കും മുദ്രമോതിരം കണ്ടാൽ. ശാപമോക്ഷവും നൽകി തോഴികളെല്ലാം ചേർന്ന താപസൻ തൻ്റെ കാലിൽ വീണു കേണതുമൂലം. കാമുകനേകിടുന്ന വസ്തുവൊന്നേതായാലും പ്രേമഭാജനമായ പെണ്ണതു സൂക്ഷിക്കണം. മുദ്രമോതിരമതും പട്ടമഹിഷിക്കുള്ള മുദ്രമോതിരമവൾ ഭദ്രമായി കരുതണ്ടേ. മാപ്പിനർഹതയില്ലാതുള്ളൊരാ കടും കുറ്റം കേൾപ്പവർക്കെല്ലാവർക്കും നിന്ദ്യമായി തന്നെ തോന്നും. സംഗതി ശരിയാണു, സമ്മതിച്ചു ഞാൻ. പക്ഷേ നിങ്ങൾക്കറിയാത്തൊരു രഹസ്യമതേലുണ്ട്. തടിയൻ ദുഷ്യന്തൻ്റെ വിരലിൽ കിടന്നൊരു തങ്കമോതിരമല്ലേ അവളെ അണിയിച്ചു. തൻ കയ്യിൽ നിന്നൂരിക്കൊടുത്തുവെന്നല്ലാതെ തട്ടാൻ അളവെടുത്തു പണിയിച്ചതല്ലല്ലോ. പവിഴക്കതിർ പോലെയുള്ളൊരാ വിരലേതിൽ പാകമാകുവാനൊക്കും ഞാനൊന്നു ചിരിക്കട്ടെ. മനഃപൂർവമായി നൽകി ഭൂപതി അവളെത്ര മിനക്കെട്ടാലും ഫലം താൻ നനച്ചതു തന്നെ. കാട്ടുപെണ്ണിനെയൊരു വമ്പിച്ച സാമ്രാജ്യത്തിൻ പട്ടമഹിഷിയാക്കാൻ ആരാനും മുതിരുമോ? പാവമാ പെണ്ണെത്രയ്ക്കു കഷ്ടപ്പെട്ടിരിക്കണം രാവും പകലുമാ കൈയുയർത്തിപ്പിടിക്കുവാൻ. പലതും ചിന്തിച്ചവളോടത്തിലിരുന്നപ്പോൾ പതുക്കെ കരം താഴ്ത്തി മോതിരമാറ്റിൽ പോയി. അറിയാം ദുഷ്യന്തന് നിശ്ചയമൊരു നാളിൽ അടർന്നു വീണു പോകാതിരിക്കില്ലതു നൂനം. കരുതി കണക്കാക്കി കാണിച്ചതാണിപ്പണി. ഭരണം നടത്തുന്ന തന്ത്രജ്ഞനല്ലേ ഭൂപൻ. മാൻപേടയേക്കാളേറെ നിഷ്കളങ്കയാണല്ലോ മാനിനി ശകുന്തള മഹർഷി പുത്രിയല്ലേ. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.